ഒരു ആൺകുട്ടി അയച്ച മെസ്സേജാണ്. ഫസ്റ്റിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാൻ പേടിയാണ്. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പം ആള് പറഞ്ഞ മറുപടി, പല പെൺകുട്ടികളുടെയും ഇന്നത്തെ റിയലിസ്റ്റിക് അല്ലാത്ത തരത്തിലുള്ള എക്സ്പെക്ടേഷൻസ്, ഓവർ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ്, ഇന്റർനാഷണൽ ട്രിപ്പ്, അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റാൻഡേർഡ് കാര്യങ്ങളൊക്കെ. എന്റെ ജീവിതത്തിൽ എങ്ങനെയുള്ള പാർട്ട്ണർ എനിക്ക് ആകണം എന്നുള്ളത് എനിക്ക് ഡിമാൻഡ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. എന്റെ ജീവിതത്തിൽ വരുന്ന ആൾ ഇങ്ങനെ ആകണം എന്ന് ഡിമാൻഡ് ചെയ്യാനുള്ള ക്വാളിറ്റി നമുക്കുണ്ടോ എന്നുള്ളത് ആദ്യം ചെക്ക് ചെയ്യാം. ഞാൻ നിങ്ങളുടെ ക്വാളിറ്റീനെ അളക്കുന്നതല്ല, നിങ്ങൾ ചെക്ക് ചെയ്യുക. എനിക്ക് ഇങ്ങനെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്റെ കല്യാണത്തിനും അതിനുശേഷമുള്ള റിസപ്ഷനിലും അതിനുശേഷമുള്ള ട്രിപ്പുകളിലും ഹണിമൂണിലൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന പറയുമ്പോൾ, ഈ നിങ്ങളെക്കാളും 2, 3, 4 വയസ്സ് മാത്രം വ്യത്യാസമുള്ള നിങ്ങളുടെ പാർട്ട്ണറിൽ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യുന്ന പറയുമ്പോൾ, അതൊക്കെ മീറ്റ് ചെയ്യാൻ പാകത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത് നിങ്ങളും ചിന്തിച്ചു നോക്കാം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിമാൻഡ് ചെയ്യാം, നോ പ്രോബ്ലം. രണ്ടാമത്തത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് സങ്കല്പത്തിൽ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന മാതിരിയുള്ള ആ ഒരു അടിച്ചുപൊളി സാധനങ്ങൾ, ഡ്രാമാറ്റിക്, ക്രിഞ്ച്, ലവ്, ഈ സാധനങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ നമ്മൾ ഈ ഇൻസ്റ്റഗ്രാമിൽ കാണുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, ഈ നമ്മൾ കാണുന്ന കോണ്ടന്റ്, അത് കോണ്ടന്റ് മാത്രമാണ്. അങ്ങനത്തെ ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നിങ്ങൾ കാണുന്ന ലൈഫിൽ ഓരോരോ ലൈഫിന്റെ കട്ട് എടുത്തിട്ട് അതൊക്കെ പ്ലസ് ആക്കിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് പാർട്ട്ണറെ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പാർട്ട്ണർ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എല്ലാ മനുഷ്യന്മാർക്കും അവർ എന്ത് ക്യാരക്ടറിലാണോ ഉള്ളത് അതിന്റെ ഒരു ഡീമെറിറ്റ് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും, നമുക്കും ഉണ്ട്. നമുക്ക് ഒരാളുടെ ലൈഫിലേക്ക് കൊണ്ടുപോയിട്ട് ഞാൻ ഇതിനെ എല്ലാത്തിനെയും മീറ്റ് ചെയ്ത് തരാൻ നമുക്ക് പറയാൻ വേണ്ടി പറ്റൂല. ഞാൻ ഇതാണ്, ഇതിന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എനിക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്സെപ്റ്റൻസ് ആണ് റിലേഷൻഷിപ്പിൽ വർക്ക് ആവുന്നത്. അതിൽ നമുക്ക് അപ്പുറം ഇപ്പുറം ഇവോൾവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളതുമാണ്. അതിന് മാച്ച് ചെയ്യുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതും. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ കൂട്ടിവെച്ചിട്ടുള്ള ക്ലിപ്പൊക്കെ പോലുള്ള ഒരാള് എന്നുള്ളത് അത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ആൻഡ് നിങ്ങൾ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് അറിയാം പിന്നിൽ ക്യാമറ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ ഭയങ്കര റോൾ മോഡൽ ആക്കിയിട്ട് കാണുന്ന കപ്പിൾ, അവരുടെയും പിന്നിൽ ക്യാമറ ഉണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊണ്ടുള്ള കോണ്ടന്റ് ആണത്. അവരുടെ ലൈഫ് അങ്ങനെ ആകാം, ആവാതിരിക്കാം, പക്ഷെ നിങ്ങൾ കാണുന്നത് അതൊരു കോണ്ടന്റ് ആണ്.